മതിയാകും മതി ഇവിടെ ഇരിക്കണോ എതിരെയാണെന്നറിയാ ഞാൻ കരയുന്നേ. ഇത് കുഞ്ഞു നോക്കണേടാ. ഹലോ ഹലോ പറഞ്ഞോ. എല്ലപ്പം പറയുന്ന പോലെ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുമില്ല, ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും ഉണ്ട് ഇവിടെ. അമ്പലത്തിൽ പോയിട്ടോ? അമ്പലത്തിൽ വിഷാരിയാവിൽ പോയി. കുറേ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അടുത്ത ആയോക്കെ നേരം നമുക്ക് പോകാൻ പറ്റും. വടകര എന്ന് ഏകദേശം മാസത്തിൽ ഒരിക്കലെങ്കിലും വരാൻ. ഇവിടെ ഇപ്പോൾ എത്തിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്തായാലും രാവിലെ പോയി. ഇന്ന് രാവിലെ പോയി നല്ല ഒരുപാട് തിരക്കായിരുന്നു. എന്നാലും നല്ലോണം തൊഴാനും പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന്, എല്ലാവരും ഉണ്ട്. അതിനുണ്ട്, ദേവേച്ചിയുണ്ട്, ശ്രീതുണ്ട്, പിന്നെ നമ്മളെ മക്കൾക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് അതെ ദേവു 2 ദിവസം വന്നുകൊണ്ട് ദൈവമുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള ഒരു ദിവസം ഇപ്പം നമ്മൾ ഹാപ്പി മൂഡിലുള്ള ദിവസം കാണിക്കാന്നുള്ള വിചാരിച്ചിട്ടാണ്. എന്നത്തെ പോലെ ഞാൻ പറയട്ടെ, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധു എവിടെ പോകുക? ഇനി എങ്ങോട്ടേക്കാ പോന്നേ? അയിനു എവിടെ പോകുക? ഞാനും പോന്നേ. നല്ല മഴ വരുന്നുണ്ട്, ശ്രദ്ധിക്കണേ. കുഞ്ഞു വാ ചെല്ലേ. അപ്പാടെ അങ്ങ് വെട്ടിക്കളട്ടോ അതിനുവിന്റെ മുടി. രണ്ട് ദിവസമായല്ലോ ദീപേച്ചി വന്നിട്ട്. അപ്പോൾ ഇന്ന് പോകുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദീപേച്ചി പറഞ്ഞ് എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇതെന്തോ ഒരു സൂത്രപ്പണിയുള്ള ബിരിയാണിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്നും. പൊതുവേ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ദീപേച്ചിക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. ചിലത് ഒരു പരീക്ഷണമായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് വലിയൊരു ആഡംബര ബിരിയാണി ഒന്നല്ല, അല്ലാതെ നോർമൽ രീതിയിൽ. സമയം കുറച്ചങ്ങോട്ട് വൈകിനെ. അമ്പലത്തിൽ പോയി, അതിനുശേഷം സതീശേട്ടൻ മുടി വെട്ടാൻ പോയി. പിന്നെ വരുമ്പോഴാണ് ഈ സാധനമൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒത്തു പിടിച്ചപ്പോൾ ഒരു 2 മണിയൊക്കെയെങ്കിലും ഭക്ഷണം കഴിക്കണം വിചാരിച്ചു. 2 2:30 കഴിക്കണ്ടേ. അങ്ങനെ സതീശേട്ടൻ ഉള്ളിയൊക്കെ മുറിച്ച്, പിന്നെ ഞാൻ കുറേ പിന്നെ ചിക്കൻ്റെ പരിപാടിയൊക്കെ നോക്കി. അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചപ്പോൾ പണി അങ്ങോട്ട് നീങ്ങി കേട്ടോ. ചിക്കൻ്റെ പരിപാടിയൊക്കെ ഞാൻ വേഗം നോക്കി. എങ്ങനെയാണെന്നറിയോ? ആദ്യം തന്നെ ചിക്കനുള്ള ഉള്ളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി റെഡിയാക്കി വെക്കും. അതേപോലെ ഉള്ളീൻ്റെയൊക്കെ മുറിച്ച ആ തോടും കാര്യമൊക്കെ അപ്പം തന്നെ കളയും കേട്ടോ. അതുപോലെ തന്നെ പ്ലേറ്റും ഒക്കെ എല്ലാ പാത്രങ്ങളും കഴുകിയും വെക്കും. അപ്പം തന്നെ നമുക്ക് കുറേ പണി കഴിഞ്ഞ പോലെ ഉണ്ടാവുക. പിന്നെ ചിക്കൻ നന്നാക്കി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചതിനെ കൊണ്ടാന്ന് തോന്നുന്നു സ്പീഡിൽ ഞാൻ എല്ലാം കഴുകി ഒക്കെ വെച്ചതിനെ കൊണ്ട് ഓരോരോ ഫുഡ് ആകുന്നതിനനുസരിച്ച് വൃത്തിയായി ഇങ്ങനെ കിടക്കും കേട്ടോ അടുക്കള. അപ്പം തന്നെ നമുക്ക് ഒരുപാട് പണി വേഗം തീരുന്ന പോലെയാണ്. അപ്പം ബിരിയാണീൻ്റെ കാര്യമൊക്കെ ദീപേച്ചി കേട്ടോ നോക്കി. ചെറിയ ഹെൽപ്പ് മാത്രമേ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. പിന്നെ പായസം സതീശേട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പായസം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും പായസത്തിൻ്റെ പല സാധനവും ഇല്ലായിരുന്നേ. പിന്നെ കുഞ്ഞ് സൈക്കിളെടുത്ത് പോയിട്ടാട്ടോ കുറേ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പാലട മിക്സായിരുന്നു. എളുപ്പമാണെങ്കിലും പാലട കുറച്ച് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ ലേശം ഒന്ന് ലേറ്റായിട്ടുണ്ട് ഇതായി വരാൻ. പക്ഷേ ബാക്കി എല്ലാ സാധനവും അതിൽ തന്നെ മിക്സിലുള്ളതിനെ കൊണ്ട് വേറെ നമുക്ക് ചേർക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ സിദ്ധു ഇതെല്ലാം വന്ന് നോക്കുന്നുണ്ട്, കാരണം അവന് വിശപ്പിനായി. അതുകൊണ്ട് തന്നെ ഓനെല്ലോയ്ക്ക് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഫുഡെല്ലാം ആയിട്ടുണ്ടേ. ഇനി പായസം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പം പായസത്തിൻ്റെ കാര്യം ഇതാ സതീശേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ നേരമായി ഇളക്കല്ലേ നിന്നെ കൂടെ ഇങ്ങനെ പറയുന്നത്. ഇളക്കി കുറേ നേരമായല്ലോ. നീല് ദീപേച്ചിയുടെ മറ്റേ പൊടിക്കൈകൾ. ഈ കളിയെല്ലാം കണ്ടായിരിക്കും ഇവിടെ ഇപ്പം ആരോ വരാനുണ്ട്, ഒരിങ്ങനെ വിളമ്പി കൊടുക്കണം നോക്കി. സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തം ഇപ്പം തന്നെ കഴിക്കാനുള്ളതാണ്.
പഞ്ചസാരയും നെയ്യും കൂടി ആട്ടോ ഇങ്ങനെയാക്കി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഇതും കൂടി ചേർത്തപ്പോൾ പായസത്തിൻ്റെ കളർ അങ്ങോട്ട് മാറി. നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിന്. എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെ റോസ് കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളറായിട്ടുള്ള പായസം കാണാൻ. മറ്റേ നമ്മൾ നോർമൽ പായസം ഉണ്ടാക്കുമ്പോൾ സാധാ കളറല്ലേ ഉണ്ടാകുക. അങ്ങനെ ഇതാ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബിരിയാണി ഉണ്ടാക്കിയോലെ കൊണ്ട് തന്നെ അത് സെറ്റാക്കി വിളമ്പിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ വിളമ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ കുറച്ച് വേറെയും ചോറ് കുറച്ച് വേറെയും ഒക്കെ ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ദീപേശിനെ കൊണ്ട് സ്പെഷ്യലായിട്ട് ഇടിയിപ്പിക്കുന്നതായിരിക്കും അല്ലേ? പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ, ഒരുവിധം അറിയില്ലേ? കണ്ടില്ലേ നിങ്ങൾ? സ്പെഷ്യൽ സൈസ് ബിരിയാണി. ഇതെന്താ ബിരിയാണീൻ്റെ കളർ ഇങ്ങനെയാണെന്നുള്ള ഒന്നും കമൻറ്റൊക്കെ ഞങ്ങൾ നിരോധിച്ചിരിക്കുന്നു അല്ലേ? സ്പെഷ്യലാ? അതെ അതെ. ആ ഇങ്ങനെയല്ലേ തരുമല്ലേ ബിരിയാണി? കൂടുതലായിരിക്കും. ഇനി ഇതിപ്പോ ആ മന്തി പോലെ ഉണ്ട്. അത് തന്നെ അതിൻ്റെ ഒരു കളറ്, ശരിക്കും മന്തിയുടെ കളറ്. പായസം തിളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നിൽക്കില്ല, ചിലപ്പോൾ ഇത് അടി പിടിച്ചു. കളി ഉണ്ടായിരിക്കും തീർത്ത് മൂപ്പരുണ്ടാക്കി ആ കയ്യിൽ പിടിച്ചടങ്ങി കേട്ടോ. കൈപ്പുണ്യോ? എന്ത് ഭംഗിയല്ലേ ബിരിയാണി കാണാൻ. ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ നെയ്ച്ചോറിന് ബിരിയാണി ആക്കിയ കഥയാട്ടോ. എന്തായാലും ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ഞാനൊരു ദിവസം ദീപേച്ചിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് ആ റെസിപ്പി കറക്റ്റായിട്ട് ഇട്ടേരെ. ഇതിൽ ഞാൻ പലതും എടുത്തിട്ടില്ല വീഡിയോ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരം വൈകിയതിനെ കൊണ്ട് തന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും പണിയിലായിപ്പോയി. കുറച്ചാൾ ഉള്ളി അരിയാൻ പോയി, കുറച്ചാൾ ചിക്കൻ റെഡിയാക്കാൻ പോയി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാല് വാങ്ങിക്കാൻ സൈഡിൽ പോയി. അങ്ങനെ കുറേ നേരങ്ങൾ അങ്ങനെ പോയിട്ടോ. അതുകൊണ്ട് ഇമ്മക്ക് ഇതിൻ്റെ നല്ലൊരു വീഡിയോ പിന്നെ എടുക്കേ. പിന്നെ ഇതപ്പോൾ സൈഷേട്ടൻ നല്ലൊരു പ്ലേറ്റിലാക്കി നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കൂടെ തരൂലേ, അതേപോലെ നന്നായിട്ട് വിളമ്പുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കഴിവൊന്നും എനിക്കില്ലാത്തതിനെ കൊണ്ടാട്ടോ ഞാൻ ഇവരെയൊക്കെ പറയുന്നത്. കാരണം എനിക്കിങ്ങനെ സെറ്റാക്കി വിളമ്പാനോ അതുപോലെ ബിരിയാണി ഉണ്ടാക്കാനോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ഒന്നും അറിഞ്ഞുകൂടാ. ഞാനെല്ലാം ഒരു പരീക്ഷണം മാത്രമായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ മക്കൾ ബിരിയാണി നെയ്ച്ചോറ് ഇഷ്ടമുള്ളതിനെ കൊണ്ട് 3 ആളും കഴിക്കുന്നതെന്നാളും ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു തമിഴ്നാട് സ്റ്റൈലിലൊക്കെ കേട്ടോ. നമ്മുടെ നോർമൽ ബിരിയാണീൻ്റെ ആ ഒരു കളറൊന്നും ചിലപ്പം വന്നില്ല, കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും വിശപ്പായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കുന്നില്ല, മക്കൾക്ക് ആദ്യം അങ്ങോട്ട് വിളമ്പി കൊടുത്തേ. പിന്നെ അതിന് ശേഷം ഇനിയിപ്പം ഞാനും ദീപേച്ചിയും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയും വേണം. കാരണം ഇവർക്ക് വൈകുന്നേരം അങ്ങ് പോണേല്ലോ. 2 ദിവസം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഉള്ളതിനെ കൊണ്ട്. അടിപൊളി ബിരിയാണി കേട്ടോ. ചേട്ടൻ്റെ പേര് ഉണ്ടാക്കിയത് കൊണ്ട് അതെ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്തോട്ടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. സാധാ കായ്മാരി തന്നെയാ കേട്ടോ. ഇത് കാണുന്നേരം നമുക്ക് മറ്റേ ആ ഒരു മന്തി റൈസ് പോലെയൊക്കെ തോന്നും, പക്ഷെ സാധാ കായ്മാരി തന്നെയാണ്. നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ അധികം മസാല ഇല്ല, അതിൻ്റെ ടേസ്റ്റ്. അധികം മസാല ഒന്നും ഇല്ലല്ലോ, ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചാൽ ഏറ്റവും നല്ല ഫുഡ് ഇപ്പം ദീപവാമി ഉണ്ടാക്കിയപ്പോൾ അല്ലേ സിദ്ധു? അടിപൊളിയില്ലേ? ദീപാമിനോട് പോകണ്ടെന്നല്ലേ പറയുന്നത് കുറച്ച് ദിവസത്തേക്ക്? അതിനുശേഷം അത് ആ പായസവും കൂടിയും കുടിക്കാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും കൂടി ഒരുമിച്ച് തന്നെ ഇരുന്ന് പായസം കുടിച്ച് ഭക്ഷണം കഴിച്ച ശേഷം മേശയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം കേട്ടോ പായസം വിളമ്പി. കാരണം എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളി പായസമായിരുന്നു. കറക്റ്റ് ഞങ്ങൾക്ക് ഒരു പേക്കാണല്ലോ അത് കറക്റ്റ് ഞങ്ങൾക്ക് 8 ആൾക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഞങ്ങൾക്കെല്ലാം പായസം നല്ല അടിപൊളി പായസം. ഇത് സജീഷ് ഫാദേഴ്സ് ഡേ പ്രമാണിച്ചില്ലേ? അടിപൊളിയായിരിക്കും പായസം. ഇത് പാലട ഞാൻ വാങ്ങിയതാ പാലട. അപ്പം 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടാ തിരിച്ചു പോവുകയാണ്. മറ്റാള് 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു പോവുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കൊയിലാണ്ടി ആയതിനെ കൊണ്ടാണ് വലിയ ഇത് തോന്നാത്തല്ലേ. മറ്റേ ആണെങ്കിൽ വടകരയിൽ നിന്ന് രാവിലെ തുടങ്ങും,
അയ്യോ ബസ്സിട്ടേക്കോ, അയ്യോ തിരിച്ചു പോകണ്ടേ എന്നുള്ളതാണ് ദിവേച്ചി. ഇതിപ്പോൾ ടെൻഷൻ ഇല്ല. രാത്രി ആയാലും സൈ ചേട്ടനൊന്നുമില്ല ഇങ്ങോട്ട് ഇറക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ശനി ഞായറൊക്കെ കുഞ്ഞൂനും സിദ്ധൂനൊക്കെ ആരുമില്ല. ദേവും കൂടി വന്നതിനെ കൊണ്ട് 2 ദിവസം 3-4 ദിവസം നല്ല സുഖമായിരുന്നു, ആളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ തുഴയും അല്ലേ കുഞ്ഞു ജീവിതത്തിന് ജീവിതത്തിലേക്ക്. മുടിയെങ്ങനെ ഉണ്ട് കുഞ്ഞുവിനെ വെട്ടിയേ? ഓന് ഇഷ്ടമായിട്ടില്ല, പക്ഷേ കുറച്ച് നല്ലോണം ഉണ്ടായി. ഞാൻ കുറച്ച് പോയി മുന്നിലുള്ള ബേക്കോട്ടാക്കി മുന്നിലത്തെ മുടി. പിന്നെ സിദ്ധു പായസെല്ലാം കുടിച്ച് ഓനോനെ വൈക്കേറെ പോയിട്ടോ. അതിനും ഉറങ്ങിപ്പോയി. അതിനും ഇത്ര നേരം കാത്തുനിന്ന് ഫുഡ് ആകുന്നേരം മുന്നേ ഓൾ ഉറങ്ങി. ഇനിയിപ്പോൾ ഓൾ ഉണർത്തിയ പ്രശ്നമാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഉണർത്തിയിട്ട് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ സ്പോൺസർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, സീ യു.